ജി എന്റെ ബാഗിങ് എടുത്തേ. കുറച്ച് നേരം വെയിറ്റേ വരൂ. അഥവാ ഞാൻ ഒരുപാട് ലേറ്റ് ആവുമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിന്നോ കേട്ടാ. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തത് നാട് മൊത്തം അറിയിക്കണ്ട. ഞാൻ നേരം പോയി ആരോട് പറയണ്ട. സ്ഥലം അങ്ങനത്തെ അതുകൊണ്ടാ പറഞ്ഞേ. വിജി ഹെൽമെറ്റ് മറന്നു പോയി. എങ്ങെടുത്താ ഫൈൻ അടക്കാൻ കഴിയില്ല. ഫൈൻ അടക്കുന്ന മാത്രമല്ലോ നമ്മളെ സുരക്ഷയും കൂടിയല്ലേ. വേഗം ഇങ്ങെടുക്ക്. എന്തൊരു മറവിയാന്നറിയാ. ഞാൻ പറഞ്ഞ കാര്യമല്ലോ ഓർമ്മ വേണേ കേട്ടാ. ലോകം മൊത്തം അറിയിക്കണ്ട ഞാൻ നേരം പോകുന്ന കാര്യം. പോട്ടെ എന്നാലേ. വിളിക്കും പറയേണ്ടത് വന്നേ. ഭാഗത്ത് വാ. എത്ര ദിവസം ഇങ്ങോട്ട് വരാത്തെ? നിങ്ങക്ക് എങ്ങനെ ഇങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നേ? ഞാൻ കൊറേ ശ്രമിച്ച്. പക്ഷെ അന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒന്നല്ലോ. പക്ഷെ അനക്ക് കാണാതിരിക്കാൻ പറ്റൂല. ഏട്ടന്റെ വണ്ടീന്റെ ഒച്ചയെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് മാറാം. നിങ്ങളൊന്നും പറയാണ്ട് വന്നിനെ. വിജി ചെരുപ്പ് ആരെയാന്ന് ഇങ്ങോട്ട് മാറിക്ക്. മാറിക്ക്. നീ ഇങ്ങോട്ട് മാറിക്ക. നീ മിണ്ടണ്ട. നീ പറയണ്ട. പേടി ഏതോ ഒരുത്തനുണ്ട്. മിണ്ടല്ല നീ. ആരെ ഇടുമ്പോ പറഞ്ഞോ വിജി. നീ ഇടിയാ. പിന്നെ ഞാൻ എന്റെ ഭാര്യന്റെ ആംഗലേറ്റല്ല കണ്ടേ, എന്റെ കൂടപ്പുറപ്പായിട്ടാ കണ്ടിനി കേട്ടാ. നീ പാത്തും പതുങ്ങി ഇവിടെ വരേണ്ട ആവശ്യം എനിക്കില്ലേ. ഞാൻ വരണമെന്ന് വിചാരിച്ചല്ലടാ. കൊറേ ദിവസം ഞാൻ ക്ഷമിച്ചു. എനക്ക് വേറെ അല്ലോടാ എന്റെ ഈ മക്കളല്ലാണ്ട്. എനക്ക് ഓളും ഈ പിള്ളേരും അല്ലേ ഉള്ളൂ. സഹിക്കാൻ പറ്റായിട്ട് വന്ന ഓളെ കല്യാണം കഴിച്ച അന്ന് മുതല് നിന്നെ ഓളെ ഏട്ടനായിട്ടല്ല ഞാൻ കണ്ടേ, എന്റെ കൂടപ്പുറപ്പായിട്ടാ. ആ രീതിയിൽ ഞാൻ ഇങ്ങോട്ട് പെരുമാറിയിട്ടുള്ളൂ നാളെ ഇതുവരെ. പക്ഷെ അന്ന് നിന്നോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് നീ എന്നെ ചിന്തിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരുപാട് പരാജയം ഉണ്ടാവും. ഒരു പെണ്ണ് ഇട്ട് പോയി എന്ന് വെച്ചിട്ട് നിന്നെ വഞ്ചിച്ചു എന്ന് വെച്ചിട്ട് ലോകത്തിലെ എല്ലാവരും അങ്ങനെയല്ല. നീ സ്വയം നശിക്കുകയെന്ന്. കുടിച്ച് നശിക്കാനുള്ളതല്ല ജീവിതം. അത് പറഞ്ഞത് ഞാൻ ചെയ്തത് തെറ്റ്. അന്ന് നീ എന്നോട് പറഞ്ഞ വാക്കില്ലേ എന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ട്. ഞാൻ നിന്റെ ആരുമല്ല, എന്റെ മക്കളും നിന്റെ ആരും അല്ലാത്ത രീതിയിലാണ് ഞാൻ അന്ന് പെരുമാറി. അതുകൊണ്ട് മാത്രമാണ് നിന്നോടാ ഞാൻ വർത്തനം അങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നീ എന്നേക്കുമായിട്ട് വീട് വിട്ടിട്ടോ നീ ഒളിച്ചിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റെയും കൂടി വീടായത്. നിനക്ക് തന്റെ ഇടത്തോടെ ഇങ്ങോട്ട് വരാം. നീ നിന്റെ പെങ്ങളെയും മക്കളെയും കാണേണ്ടത് ഇങ്ങനെ പാത്തും പതുങ്ങിയിട്ടല്ല. നിനക്ക് അന്നെ മനസ്സിലായിട്ടില്ല. ഇത്രയും കാലമായിട്ട് നിനക്ക് മാത്രമല്ല ഇത് ഇവക്കും മനസ്സിലായിട്ടില്ല. വിജയ് നീ വാ. നിന്റെ ഏട്ടൻ വീട്ടിൽ വരേണ്ടത് ഇങ്ങനെ പാത്തും പതുങ്ങിയിട്ടല്ല. മനസ്സിലായിനാ? ഒരു ഇതുമില്ല. നിനക്കും മനസ്സിലായിട്ടില്ല, ഇവനും എന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയുന്നു പേടിച്ചിട്ടാണ്. ഇനി അധികം ഒന്നും വർത്താനം പറയണ്ട. നീ ഒരു ചായ വെച്ചു കൊടുത്തു. നീ വേഗം കുളിച്ച് മാറ്റിയട്ടെ. നിനക്ക് ഇനി ഇരുന്ന് വിട്ടു പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ഏടെ വന്നിട്ട് തല്ലു. എനക്കെന്നെ ശരിക്കും അറിയില്ല. മക്കള് വരുമ്പോഴത്തേക്ക് കുളിച്ച് നീ ഈ ഡ്രസ്സിലൊന്ന് മാറ്റിയട്ടെ. പിള്ളേർ സ്കൂളും വിട്ടു വരും. നിന്നെ ഈ കോലത്തെ കണ്ട അവർക്ക് വിഷമാവും. മേജായ ഒക്കെ വിജി.